ബാംഗ്ലൂർ വരവ് തീരാറായി ഞങ്ങളുടെ. എന്നിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ബ്ലോഗ്. ഇന്ന് നമ്മള് ഡിന്നർ സ്പെഷ്യൽ പാപ്പാജി. ബാക്കിയൊക്കെ വീട്ടിലുണ്ട്. പിന്നെ ഹലോ, എല്ലാവർക്കും പുതിയൊരു ഈവനിങ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ഈവനിങ് ആട്ടോ. ഞാൻ ഓഫീസിൽ നിന്ന് ബസ് ഇറങ്ങി അമ്മു ചേച്ചി എന്നെ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. വേണ്ടി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ബാക്കിയൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ പാവ് ബജിക്കുള്ള ഐറ്റംസ് ഷോപ്പിംഗ് ആണ് കേട്ടോ. വലിയ ബാസ്ക്കറ്റ് അറച്ച സാധനം വാങ്ങിക്കാം. പിന്നെ അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് ഫ്ലാറ്റിലോട്ട് വരുന്ന വഴിക്ക് പഞ്ചാബി ഫുഡ് ഐറ്റംസ് കിട്ടുന്നൊരു കട നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു ദാബേലി എന്ന് പറയുന്ന ഒരു ഐറ്റം മേടിച്ച് ട്രൈ ചെയ്യാനായിട്ട് ചേച്ചി തന്നു കേട്ടോ. അപ്പം നമ്മൾ വന്നപ്പോൾ സാക്കാണ് നമ്മൾ വെൽക്കം ചെയ്തത്. അവൻ മാഗ്നറ്റിക് ടൈൽസ് കൊണ്ട് ഒരു JCB സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളാമല്ലേ? ഇത് ഈവനിങ് സ്പെഷ്യൽ ചക്ക അട ബൈരേഖിച്ചിട്ട. ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ബാംഗ്ലൂർ വന്നിട്ട് ഫസ്റ്റ് ഈവനിങ് വ്ളോഗാണ്, ഒരു ലോങ് വ്ളോഗ്. ഇതാണ് നമുക്ക് കുറച്ച് സമാധാനപരമായിട്ടൊരു ഈവനിങ് നമുക്ക് എടുക്കാൻ പറ്റിയത്. ബാംഗ്ലൂർ വരവ് തീരാറായി ഞങ്ങളുടെ. എന്നിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ബ്ലോഗ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഇന്ന് അമ്മച്ചേച്ചിക്ക് ഓഫീസിൽ പോകണം, പിന്നെ എന്തെങ്കിലുമൊക്കെ തിരക്ക് വരും, അറിയാലോ, ബിസിയാണ്. അപ്പൊ ഇന്ന് ചേച്ചിക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പൊ ഞാനും നേരത്തെ വന്നു. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് പ്ലാൻ ഇട്ട് ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് ഡിന്നർ സ്പെഷ്യൽ പാപ്പാജി. അപ്പൊ എന്താണ് അമ്മു ചേച്ചി ഇപ്പൊ ചെയ്യുന്നത്? നമ്മൾ പാപ്പാജിക്ക് ഭാജി വേണ്ടേ, അതിന് കഷ്ണങ്ങൾ നോക്കണം. അപ്പൊ നമുക്ക് അതിൽ ഉരുളക്കിഴങ്ങ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, തക്കാളി, പിന്നെ കോളിഫ്ലവർ, ഇതെല്ലാം കൂടി കഷ്ണാക്കിയിട്ട് കുക്കറിലിട്ട് വേവിക്കുക. എന്നിട്ട് നമുക്കത് ഉടച്ചിട്ട് മറ്റേ ബാക്കി സവോള വഴറ്റിയുടെ ഉള്ളിലേക്ക് പാവഭാജി മസാലയൊക്കെ ഇട്ട് നമുക്ക് സെറ്റാക്കാം. അത് നമ്മുടെ ഭാജി എളുപ്പമുള്ള പരിപാടി, ഏറ്റവും എളുപ്പം. ഒന്ന് കേൾപ്പിച്ചേ. അപ്പം മാഗ്നറ്റിക് ടൈൽസ് വെച്ച് അവൻ അടുത്ത് ചെയ്തിട്ടാട്ടോ. ഇതൊരു കുഞ്ഞ് ലാപ്ടോപ്പും. ഇത് ഞങ്ങളുടെ ബേബിയാണ്, സാക്കിൻ്റെ ബേബിയാണ്. എൻ്റെ ബേബിയല്ലേ, സാക്കിൻ്റെ ബേബിയാണ്. പേരെന്താ? എനിക്ക് വീട്ടിൽ വിളിക്കുന്നത് എന്താണെന്നറിയോ? എന്താ വിളിക്കുക? വിളിക്കും. ചേട്ടൻ ഓഫീസിൽ പോവാണ്. കേട്ടല്ലോ ബേബി? ബൈ ബൈ പറയൂ. ഇല്ല, ബേബിക്ക് പോകാൻ പറ്റില്ല. ബേബി കുഞ്ഞല്ലേ, കുഞ്ഞു ബേബികൾ പോവില്ല അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി നമുക്കത് കഴുകി വേഗം വിസിലടിപ്പിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കുക്കറിലാവുന്ന ഗ്യാപ്പിൽ നമുക്ക് ബാക്കിയുള്ള മസാല പരിപാടി ഉള്ളിലേക്ക് വഴറ്റിയൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പൊ നമുക്ക് അത്ര സമയം ലാഭമാവും. പക്ഷെ ഏത് കാര്യവും നടക്കും. അതിന് ഇത്തിരി ബട്ടറിന്റെ കൂടെ ഇത്തിരി ഓയില്, ഇതൊക്കെ നല്ല നമുക്ക് വഴറ്റി കിട്ടാനും എളുപ്പമുണ്ടാവും. കുറച്ച് മതിയെ, അധികം ഓയിൽ ഇഷ്ടപ്പെടുന്നു, അത് കുറച്ച് മതി. ബേസിക്കലി നമ്മുടെ സംഭവം ഉള്ളി വഴറ്റി കിടക്കും, അതേ ഉള്ളൂ. മുക്കാലിനൊക്കെ കൂടുതൽ വഴറ്റുണ്ട്. അത് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും വിസിലടിച്ച് സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞു പോകുന്നു. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത് കിട്ടി ഗൈസ്. ഇനി നമ്മൾ തന്നെ ഉടക്കി സ്മാഷർ വെച്ചിട്ട് സ്മാഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ സ്മാഷ് ചെയ്ത് ഈ പരുവത്തിലായി, ഓൾമോസ്റ്റ് റെഡിയായി. ഇനി അതിൻ്റെ പൊടികളൊക്കെ ഇട്ട് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി, ടേസ്റ്റ് ഉണ്ടായാൽ മതി. യെസ്, അപ്പം ഞങ്ങൾ ഇതേ പാവഭാജി ഓൾമോസ്റ്റ് റെഡിയായി. ഞാൻ നല്ല പാകത്തിന് കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് പാവഭാജി മസാല, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, പഞ്ചസാര ഒരു സ്പൂണിന് ഒരു ടീസ്പൂൺ
ജസ്റ്റ് ഒരു ടേസ്റ്റിന് കുറച്ച് നാരങ്ങ നീരും കൂടി ഇടണം. അതെല്ലാം കഴിയുമ്പോഴേ ഞങ്ങളുടെ ബാജി റെഡി സെറ്റ്. നോക്കിക്കൂടെ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ദേ ബാജി സെറ്റായി. ഇനി നമുക്ക് പാവ സെറ്റാക്കാം. പാവ സെറ്റാക്കാൻ വേണ്ടി ദേ കുറച്ച് ബട്ടർ എടുക്കണു. നമ്മുടെ ചപ്പാത്തി തവയിൽ അങ്ങോട്ട് അരക്കണു. നമ്മുടെ പാവ് ഇത് ഇങ്ങനെ കിട്ടുന്ന പാവ് പകുതി മുറിച്ചിട്ട് നമ്മളിത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കും. അങ്ങനെ ചൂട് പാവ നമുക്ക് സെറ്റാവും. എന്നിട്ട് ഇത് നല്ല അടിപൊളിയായിട്ട് പ്ലേറ്റിലിട്ട് ബാജിയുടെ കൂടെ കുറച്ച് ബാജിയുടെ മുകളിൽ കുറച്ച് വെണ്ണ അല്ലെങ്കിൽ ബട്ടർ, അതിൻ്റെ മുകളിൽ സബോളയും പിന്നെ ഒരു നാരങ്ങ നീരിനും കൂടെ കഷ്ണമായിട്ടാണ് നമ്മൾ സെർവ് ചെയ്യാൻ പോണത്. നമുക്കിത് കഴിച്ചു നോക്കാം. സൂപ്പറാണ്. ടേസ്റ്റ്